വെൽക്കം ബാക്ക് ടു അഭിരാമി ഡയറീസ് ആൻഡ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ ജേർണൽ കിറ്റ് മീഷോയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് കേട്ടോ. ഞാൻ വാങ്ങിച്ച ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച സ്റ്റാറിങ് ആയിട്ടായിരുന്നു. പക്ഷേ അത് വില കൂടെ, പക്ഷേ എനിക്ക് വാഷി ടൈപ്പ് വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ പറയുക മറ്റേ റെട്രോ പിങ്ക് തീൻ്റെ തീം വാങ്ങിച്ചേട്ടോ. ഞാൻ അങ്ങോട്ട് കൊണ്ടോട്ടെ, അല്ലെങ്കിൽ ഇപ്പം അൺബോക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജേർണൽ കിറ്റ് ഇങ്ങനെ വാങ്ങിക്കുന്നത് കേട്ടോ. അയ്യോ, എനിക്ക് നല്ല ഇഷ്ടമായി. ആദ്യമായിട്ടാണ് ഗൈസ് ജേർണൽ കിറ്റ് വാങ്ങിക്കുന്നത്. ഇതിലൂടെ ഞാൻ അവിടെ കൊണ്ടുവച്ചിരുന്നു കേട്ടാ. അയ്യോ, ഇനി നമുക്ക് ജേർണൽ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അത് വേണ്ടി അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഓരോന്നൊക്കെ പിന്നെ എങ്ങനെ വെച്ചാൽ അയ്യോ കണ്ടോ ഗൈസ്, എന്തടിപൊളി ബോംബോ ഇല്ല വന്നു. അപ്പോൾ ആദ്യം തന്നെ എന്തൊരു സാധനമാണ് ബുക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കി എന്തൊരു സാധനമാണ്. അപ്പോൾ ആദ്യം തന്നെ വരുന്ന ഈ ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വാവ്, നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ അറിയാതെ ആരെങ്കിലും ഒരാൾ വാവ് എന്ന് പറയും. ഇതൊരു ക്യൂട്ടായിട്ടുള്ള ബുക്കാണിത്. ഇതുണ്ടോ ഇവിടെ വോയിസ്. അപ്പോൾ ഗൈസ് നമുക്കിത് ഇവിടെ തുറക്കാം. നോക്കി ഇങ്ങനെ വെക്കാം. നമുക്ക് ജേർണൽ ചെയ്യാം, പക്ഷേ ഞാൻ ഇപ്പോൾ ഇങ്ങനെ വെക്കാണ്. കണ്ടോ ഗൈസ്, കണ്ടോ നല്ല all things that are with more spirit cash than joy. അയ്യോ എന്തൊക്കെ ഗൈസ്. ഇതിൻ്റെ മണം, എനിക്ക് പുതിയ തിങ്സിൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ദിസ് പ്ലാൻ ബിലോങ്സ് ടു എന്നൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ജേർണൽ ചെയ്യാനുള്ള സാധനങ്ങളാണ് അതിൻ്റെ. പിന്നെ അടുത്ത് വരുന്ന നോട്ട് പേപ്പർ ആട്ടോ. അയ്യോ ഗൈസ്, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്. അയ്യോ മെമ്മോ പാഡ് ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്, ഇതിൽ മെമ്മോ പാഡ് ഇല്ല. ഓക്കെ ഗൈസ്, അടുത്ത് നമുക്ക് വാഷി ടേപ്പ് നോക്കാം. ഇതുകൊണ്ട് ഗൈസ് നല്ല ക്യൂട്ടായിട്ടുള്ള കണ്ടോ, ഇങ്ങനത്തെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ജേർണൽ കിറ്റാണ്. ഇത് വിൻറ്റേജ് തീമാട്ടോ. അപ്പോൾ അടുത്ത വാഷി ടേപ്പ് ഇത് അതിക്കൊള്ളൂല ഗൈസ്, എത്ര പോരാ. ബട്ട് ഓക്കെ, ഇതിൻ്റെ ഇതെവിടെയാണ് ഇതിങ്ങനെ ആക്കാൻ സ്ഥലം എവിടെ കാണാത്തതിക്ക് പോരാ. പോകുമ്പോൾ ഇതെന്തെല്ലാം കൂടി വരണം. ഇത് ഒട്ടത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്, ഇത് ഒട്ടത്തിൽ നമ്മൾ ഗമ്മുകൊണ്ട് തന്നെ ഒട്ടിക്കണം. ഇത് കഷ്ടമാണിത്, അതുകൊണ്ട് ഞാൻ ഇതധികം എടുക്കുന്നില്ല. ഇതങ്ങനെ വെക്കാം. ഓക്കെ, അടുത്ത് ഇത് നോട്ട് പേപ്പറാണ്. എൻ്റെ പൊന്നോ എന്തോരം ആയിരക്കണക്കിന് സാധനങ്ങളാണ്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് നോട്ട് പേപ്പറാണ്. നമുക്കിത് ഇളക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് കണ്ടോ, ഇത് സ്മെല്ല് നല്ല അടിപൊളി. ഇത് കണ്ടോ കുറച്ച്. പിന്നെ ഇവിടെ വേറൊരു വലിയ സാധനം ഉണ്ട്. അതൊക്കെ എന്താണെന്ന് രണ്ടെണ്ണം ഉണ്ട്. ഒരു ബുക്കാണ് ദിസ് മെയിൻ ഹൈലൈറ്റ്. അടുത്തത് കുറച്ച് ഇതാ ഉണ്ട് ഇങ്ങനത്തെ പോലത്തെ കുറേ സംഭവങ്ങളാണ്. കണ്ടു ഗൈസ്. ഇതെന്താണ്? ഓക്കെ, ഞാൻ ഓരോന്നോരോന്നിട്ട് ഇത് ഗൈസ് അത് ജസ്റ്റ് ഈ ക്യാമറയുടെ കുഴപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഫ്രെയിംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒട്ടില്ല, അങ്ങനത്തെ കുറച്ചൊക്കെ ഉണ്ട്. വേറെ കുറേ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്. ഈ ഫ്രെയിംസ് ഫുള്ളും എടുത്തിട്ട് കാണിച്ചു കേട്ടോ. ഫ്രെയിംസ് മാത്രം എടുത്തിട്ട് തന്നെ ഈ ഫ്രെയിംസ് എല്ലാം വെച്ചിട്ട് അടിപൊളി. ഇതിൽ കൊടുത്തിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അടിപൊളി. ഫ്രെയിംസ് ലൈക്ക് ഇങ്ങനത്തെ ഗേളിൻ്റെ സ്റ്റിക്കർ അല്ലാത്ത എല്ലാം ഞാൻ എടുത്ത് കാണിച്ചു. ഇതേപോലത്തെ കുറേ സ്റ്റിക്കറാണ്. അടുത്ത കുറേ ഈ ഗേൾസിൻ്റെ കേട്ടോ. ഇതെന്ന് വെച്ചാൽ സ്റ്റിക്കറല്ല, നമ്മൾ ഗമ്മൊക്കെ വെച്ച് ഒട്ടിക്കേണ്ടത്. സ്റ്റിക്കറും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുറച്ചിട്ടുണ്ട്. ഫുള്ള് ഗേളിൻ്റെ ആണ്. അതൊരു കുഞ്ഞു കുഴപ്പം, ബട്ട് നല്ല കേട്ടോ. പിന്നെ ഇത് ബുക്ക് മാർക്ക് പോലത്തെ ഒരു സാധനമാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഒരു ബുക്ക് മാർക്ക് പോലത്തെ സാധനമാണ്. അടുത്ത എൻ്റെ എൻവലപ്പ് ഉണ്ട്. റെട്രോ ആർട്ടും ഹാവ് എ ഗുഡ് മൂഡ്, ലൈക്ക് ഫ്രണ്ട്സിനുള്ള ഗിഫ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. അടുത്ത വേറെ എന്തൊക്കെയോ പക്ഷേ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറയാനൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇതിനെ നോക്കുമ്പോൾ ഇതൊക്കെ ജേർണലൊക്കെ ചെയ്യുമ്പോൾ എവിടെ ഒട്ടിക്കുമെന്തോ. ഫസ്റ്റ് ഇനി എന്തൊക്കെയോ ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഇവിടെ കണ്ടോ ടയർ ചെയ്തിട്ട് ജേർണലൊക്കെ ചെയ്യുമ്പോൾ ഒട്ടിക്കാൻ പറ്റും. കണ്ടോ ഗൈസ്, ഇതൊക്കെ പോലെയുണ്ട്. 26/4 അങ്ങനെ കുറേ എഴുതിയിട്ട്. ഇത് വേറെ കുറേ, ഇതും വേറെ കുറേ. ഇതൊക്കെ കുറേ ഫ്ലവറിൻ്റെ ഒക്കെ തീമിലാണ്. ഫ്ലവറും ഒരു ഇത് കണ്ടോ ഗൈസ്, മഷ്റൂം തീം. ഈ മഷ്റൂം ജേർണൽ ചെയ്യാം ഗൈസ്. ഞാൻ ഇത് ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഇടാനായിട്ട് എനിക്ക് പ്ലാൻ ചെയ്യുന്നു. ബട്ട് ഇതെൻ്റെ അച്ഛൻ്റെ ഗിഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി റീപ്ലേസ് ചെയ്ത് ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ എടുക്കും. അപ്പോൾ പോലത്തെ കുറേ അതുണ്ട്. പിന്നെ വേറെ കുറേ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട്, ലൈക്ക് ഇങ്ങനത്തെ ട്രാൻസ്പാരൻ്റ് പോലത്തെ കേട്ടോ. ട്രാൻസ്പാരൻ്റ് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ളത്. ഇതൊക്കെ എന്താണ് എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള കുറച്ചൊക്കെ ഉണ്ട് കണ്ടോ. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ റൈറ്റിങ്, ഈ ഫ്ലവർ വെച്ച് ഇപ്പോൾ റൈറ്റിങ് കണ്ടോ ഇതേപോലെ. അടുത്ത് എന്തൊക്കെയോ കുറേ പേപ്പറിൽ കുറേ ഡിസൈൻ ഉണ്ട് ഗൈസ്. അയ്യോ ഇതെന്താണ് കണ്ടോ, പേപ്പറിൽ കുറേ ഫുഡ് അങ്ങനത്തെ കുറേ ഉണ്ട്. ഇതെന്ത് ബോക്സ് ഇത് വരുന്നില്ല ഗൈസ്, ഭയങ്കര പാടാട്ടോ എടുത്ത്. നല്ല ക്യൂട്ടാക്കി. പിന്നെ കുറേ എന്താ പറയുക പാറ്റേൺ പേപ്പേഴ്സ് ഞാൻ ഓരോന്നായിട്ട് കാണാം പലതരം. ഓക്കെ, അപ്പോൾ ഇതാ ഒരു ഗേൾ ഷെയ്ഡ് വുമൻ ഉണ്ട്. പിന്നെ ഇതെന്തോ ബേബി ഷവറിൻ്റെ എന്തോ. ഇത് നല്ല ഇഷ്ടം മീൻസ് പറയാനാണെങ്കിൽ ഇതിൽ സ്റ്റിക്കേഴ്സ് കുറവാണ്. എനിക്ക് സ്റ്റിക്കേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത്. പിന്നെ ലവറുണ്ട്. പിന്നെ അതേ ഒരു വേറെ ലേഡി ഉണ്ട്. പിന്നെ ഇതൊരു ഡ്രസ്സ് ഉണ്ട്. പിന്നെ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ട്. ഇതൊരു ചെയറൊക്കെ ആയിട്ടുണ്ട്.
പിന്നെ ആ ചെയറിൽ ഇരിക്കണ വേറൊരു വുമൻ ഉണ്ട്. ഇത് അത്ര കൊള്ളൂല. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ ജേണൽ കിറ്റ് അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് എന്തായാലും മറക്കരുത്. ബിക്കോസ് എൻ്റെ ലക്ഷ്യം ഈസ് 1K, ബട്ട് ഇപ്പോൾ ഒരു 100 ആയ സന്തോഷം. അപ്പോൾ എല്ലാം ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാം.